ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് ക്യൂൺ ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. മറ്റുള്ളവരോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി പെരുമാറാൻ നിങ്ങൾക്ക് പറ്റും. മാത്രമല്ല നിങ്ങളെ കൂടി ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊരു മെസ്സേജ് കൂടി ഇതിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ ഒന്നുകിൽ ഹീലർമാരോ അല്ലെങ്കിൽ അത്തരത്തിൽ സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നല്ലതായിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ അത് നിങ്ങൾക്ക് സ്റ്റഡി ആയിട്ട് വയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു ന്യൂനതകൾ എന്താണെന്നും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ടോക്കൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളെയും ഹീൽ ചെയ്യാനും തീർച്ചയായിട്ടും ഒരു സമയം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ഇങ്ങനെ നോക്കുന്നതോടൊപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള കരുണയും സ്നേഹവും ഒക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഇമോഷന് കൂടുതലായിട്ടും മൂല്യം നൽകണം എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് കൂടെ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടൊന്നും തന്നെ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യണം എന്നുള്ളതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റാരും നമുക്ക് ചെയ്തു തരില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ സെൽഫ് കെയർ വേണം എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ നൽകുന്ന ഒരു മെസ്സേജ്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നൊരു എനർജിയാണിത്. നിങ്ങൾക്ക് ഡിലേ ആയിരുന്ന ചില കാര്യങ്ങൾ അതിനൊരു എൻഡ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടാണ്. ഇതൊരു വീലാണ്. അതായത് ഇത് നമ്മുടെ ജീവിതചക്രം അല്ലെങ്കിൽ കാലചക്രം എന്ന് പറയാം. അതിൽ ഈ ഒരു സമയം ലക്ക് നിങ്ങൾക്ക് അനുകൂലമാണെന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം അത് നിങ്ങളെ കടാക്ഷിക്കുന്നതായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യം വരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റക്കായിരുന്ന പല കാര്യങ്ങളും അവിടെ ഒരു പ്രോഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ വളരെയധികം ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിലൊരു വലിയ മാറ്റം വരുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സഡൻ ചേഞ്ചസ് അവിടെ
വരുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് വരുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് നിങ്ങളൊരു വാഹനം വാങ്ങാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ഡിലേ ആയി പോയ കുറേ കാര്യങ്ങൾ അത് റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത്. ചിലപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഡിലേ ആയി കിടന്ന ചില കാര്യങ്ങളും ആവാം. അപ്പോൾ ആ ഒരു സ്റ്റക്കായിരുന്ന കാര്യത്തിന് ഒരു മൂവ്മെൻ്റ് ഉണ്ടായി. ചിലപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറേ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്ത് വെച്ചിരുന്നൊരു കാര്യമായിരിക്കാം. ചിലപ്പോൾ അത് സ്റ്റക്കായിരുന്നുവെങ്കിൽ അതിനൊരു ചലനം ഉണ്ടായി എന്നുള്ളതാണ്. കൂടുതലായിട്ടും ഇതൊരു യാത്രയെ സംബന്ധിച്ച കാര്യമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രമോഷനോ ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ സമയം മൂവ് ആകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും അത് നിങ്ങൾക്ക് നന്മയായിട്ട് ഈ സമയം കിട്ടുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഈ സമയം നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള യാത്രകൾ പോകേണ്ടി വന്നേക്കാം. അത്തരത്തിലൊരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ഇവിടെ ടെമ്പറൻസ് ആണ്. അപ്പോൾ ജീവിതത്തിൽ ഒരു ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നൊരു സമയമാണ്. ഇവിടെ നിങ്ങൾ ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ ഫിനാൻസിൻ്റെ കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലായിരിക്കാം. അതുപോലെ തന്നെ കോംപ്രമൈസ് ആകാതെ നിൽക്കുന്ന എന്തെങ്കിലും വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം അത് കോംപ്രമൈസ് ആകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ ഈ ഒരു സമയം നിങ്ങൾ സംസാരിക്കാൻ പോകാതിരിക്കുക. കാരണം നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൽ നിന്നും പ്രയോജനമൊന്നും ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ സംസാരിക്കാൻ പോകാതിരിക്കുക. അപ്പോൾ ഒരു ബാലൻസിലൊക്കെ നിൽക്കുക. നിങ്ങൾക്കിവിടെ പല കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ ഒരുപക്ഷെ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബാലൻസ് വീണ്ടും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല കാര്യങ്ങളും ബാലൻസിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഈ സമയത്ത് നിങ്ങളുടെ എനർജി അത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണിത്. ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ആൾക്കാരെല്ലാം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. ഈ ഒരു കിങ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് അതായത് വളരെ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങൾ മാറ്റിവെച്ചിരുന്ന കുറേയധികം കാര്യങ്ങളൊക്കെ ഈ സമയം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ആക്ഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയുന്നത്. അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ അവർക്ക് വിഷമമാകും എന്നൊക്കെ വിചാരിച്ച് മാറ്റിവെച്ചിരുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ മടി കൊണ്ട് മാറ്റിവെച്ചിരുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ സമയം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ എല്ലാവരോടും നീതിപൂർവം പെരുമാറുക. അതുപോലെ നിങ്ങൾ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടൊന്ന് ഇരിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും സ്റ്റേബിൾ ആയിട്ടുള്ള കർക്കശമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ളതാണ് ഈ ഒരു സമയം. അതുപോലെ തന്നെ അത് മനസ്സുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളത് പുറത്ത് കാണിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിലൊക്കെ മാറ്റം വരുത്തി, പക്ഷേ അത് വളരെ സീക്രട്ടായിട്ട് നിങ്ങൾ വയ്ക്കും. അങ്ങനൊരു സ്ട്രാറ്റജിയാണുള്ളത്, ഒരു തന്ത്രം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സമയം മനസ്സിലാകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് അതൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരോട് അത് നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വസ്തുനിഷ്ഠമായിട്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും തെറ്റും ശരിയും അതിൻ്റെ യാഥാർത്ഥ്യവും ഒക്കെ കണ്ടെത്തി നല്ലൊരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ, അതുപോലെ നിങ്ങളുടെ അപ്പിയറൻസിൽ, അങ്ങനെയൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്,
നിങ്ങളുടെ ആ ഒരു ഹെയർ സ്റ്റൈലൊക്കെ മാറ്റണം, നിങ്ങളുടെ സംസാരത്തിൻ്റെ ആ ഒരു ശൈലി മാറ്റണം. അങ്ങനെയൊക്കെ അതായത് ചിലപ്പോൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും വേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എപ്പോഴും ചിരിച്ച് കളിച്ച് വർത്താനം പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് വെച്ച് ചിലപ്പോൾ നിങ്ങളെ മുതലെടുക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇനി ഇങ്ങനെയുള്ള തമാശകൾ പറയേണ്ടതില്ല, കാരണം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടത്ര ആ ഒരു റെസ്പെക്റ്റ് തരുന്നില്ലായിരിക്കാം. നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുമ്പോൾ അവർ നിങ്ങൾക്കത്ര ബഹുമാനം തരില്ല. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ ഇത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കാം. മറ്റുള്ളവർ അറിയാതെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിൽ ഈ സമയം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുകൂടിയുണ്ട്. കാരണം നമ്മളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെ നമ്മളെ പിറകിൽ നിന്ന് കുത്തുമോ എന്നറിയില്ല. കാരണം ഈ ഒരു സമയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്ന ആൾക്കാർ ഈ സമയം നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവരുടെ യഥാർത്ഥ ഉള്ളിലിരിപ്പ് എന്താണെന്ന്. അതായത് നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടേതാക്കി ഒന്ന് വെക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നടന്നു കഴിയാതെ അത് നമ്മളുടെ ഏറ്റവും അടുത്ത ആൾക്കാരോടാണെങ്കിൽ പോലും അത് പറയുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും പോലെ അത്രയും ഒരു പോസിറ്റീവ് ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്കില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഇമോഷൻ അത് ശരിക്കും നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കാം. ചിലപ്പോൾ അവരത് വളരെ ഹാപ്പി ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ അവരുടെ ഉള്ളിൽ എനിക്കതില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ബ്ലോക്ക് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടായാലും നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലോ നിങ്ങൾ മാക്സിമം ഒന്നും തന്നെ ആരോടും ഈ ഒരു സമയം ഷെയർ ചെയ്യാതിരിക്കുക. എല്ലാവരോടും ഒന്നും തന്നെ ഡിസ്കസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര നല്ല ഫെയർ അല്ല എന്നാണ് കാണുന്നത്. അതിനാൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ചാരിയറ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ഒരു വഴി അത് തെളിഞ്ഞു കിട്ടുന്ന ഒരു എനർജിയാണിത്. അതായത് മുന്നോട്ട് എങ്ങനെ പോകും, അല്ലെങ്കിൽ ഞാൻ ഏത് വഴിയെ പോയാൽ എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു മാർഗം തെളിഞ്ഞു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട ശരിയായിട്ടുള്ള വഴി ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചാരിയറ്റ് എന്ന് പറയുമ്പോൾ വിക്ടറി ആൻഡ് സക്സസ് ആണ്. നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും അത് നിങ്ങൾക്ക് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ചില സാഹചര്യത്തിൽ നമ്മളുടെ ബുദ്ധിയൊക്കെ മാറ്റിവെച്ച് ഹൃദയം കൊണ്ട് മാത്രം തീരുമാനമെടുക്കും. പക്ഷേ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളെ പലരും മുതലെടുക്കും. എന്നാൽ നമ്മൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ പല ആൾക്കാരെയും നമുക്ക് മുറിപ്പെടുത്തേണ്ടിയും വരും, അല്ലെങ്കിൽ വിഷമിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ബുദ്ധിയും ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. അതായത് ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനുള്ളൊരു ശ്രമം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നു എന്നാണ്. രണ്ടും ഈക്വൽ ആയിരിക്കണം. അല്ലാതെ ഒന്ന് കൂടുതലും ഒന്ന് കുറവും ആകുമ്പോൾ അവിടെ ബാലൻസ് ഇല്ലാതെ വരും. അപ്പോൾ നമ്മളെ മറ്റുള്ളവർ മുതലെടുക്കും. എന്നാൽ ഈ സമയം നിങ്ങൾ വളരെ കാമായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും പുറത്തറിയിക്കാതെ എന്നാൽ നല്ല തന്ത്രപരമായിട്ട് ഈ സമയം നിങ്ങൾ നിൽക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കിങ് ഓഫ് സോഡ്സും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തന്ത്രപൂർവ്വം നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇനിയുള്ള സമയം നിങ്ങൾ അങ്ങനെ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചാരിയറ്റ് എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്, വിക്ടറിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ അത് ട്രാവലിനെ കുറിച്ചായിരിക്കാം. നിങ്ങളിവിടെ ട്രാവലൊക്കെ ചെയ്യുന്ന കാര്യത്തെപ്പറ്റി
കൂടുതലായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളത് ആഗ്രഹിച്ചൊരു സമയത്ത് ട്രാവൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ളൊരു ഓവർ തിങ്കിങ് ആയിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രഗിളിന് ശേഷം നിങ്ങൾക്ക് ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ കൺട്രോൾ അത് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആ ഒരു വ്യക്തത ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, ആ ഒരു ഫ്യൂച്ചർ പ്ലാൻ മനസ്സിലാക്കി ആ ഒരു പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം, എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്, ആരെയൊക്കെ മാറ്റി നിർത്തണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഈ സമയം നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഡെത്ത് കാർഡാണ്. അപ്പോൾ റീബർത്താണ്, അതായത് പുതിയൊരു തുടക്കം തീർച്ചയായിട്ടും കാണുന്നുണ്ട്. പഴയ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിച്ച് അതിൽ പുതിയൊരു തുടക്കമാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങൾ ചില കാര്യങ്ങൾ പൂർണ്ണമായും സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെയും ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അത് പൂർണ്ണമായും എൻഡ് ആക്കാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം. ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നത് നിങ്ങൾ എൻഡ് ആക്കുന്നതായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എൻഡ് ആക്കുന്നതായിരിക്കാം. അത്തരത്തിൽ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന എന്ത് സാഹചര്യമാണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അത് തീർച്ചയായിട്ടും ഇവിടെ എൻഡ് ആകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പുതിയ തുടക്കങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലത്തെ ഒരു വളർച്ചയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരത്തിലുള്ള സാഹചര്യത്തിന് ഒരു അവസാനം ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിലെ ആ ഒരു നെഗറ്റീവ് എനർജി അത് നിങ്ങളുടെ ഗ്രോത്തിന് തീർച്ചയായിട്ടും ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നെഗറ്റീവ് എനർജിയിലിരിക്കുന്ന ആളുകൾ അതൊന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ആ ഒരു പോസിറ്റീവായിട്ടുള്ള മെൻറ്റാലിറ്റിയിൽ ഇരുന്നാൽ മാത്രമേ നമ്മളിലേക്ക് അബണ്ടൻസ് വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുന്നൊരു എനർജിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എംബ്രസിൻ്റെ ഒരു എനർജിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ഇടപെടൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടാകും, അവർക്കൊരു അട്രാക്ഷനൊക്കെ തോന്നുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നത്തെക്കാട്ടിലും ഒരു പ്രത്യേകത മുഖത്ത് തോന്നാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാര രീതി നല്ലതാണെന്നൊക്കെ ആരെങ്കിലും ഒരുപക്ഷെ നിങ്ങളോട് വന്ന് പറയാനുള്ളൊരു സാധ്യതയുമുണ്ട്. നിങ്ങളോട് അടുക്കിയിരിക്കാനും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന ഒരു എനർജിയാണിത്. അപ്പോൾ നിങ്ങളെ അട്രാക്റ്റ് ചെയ്ത് വരാനായിട്ട് കുറേ ആളുകൾ ആഗ്രഹിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ഉണ്ടായിരുന്നതിനേക്കാളും ഒരുപക്ഷെ ഫിസിക്കലി നിങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആകുന്നൊരു എനർജിയാണിത്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ ബോഡിയിലൊക്കെ ചേഞ്ച് വരുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ആ ഒരു സ്കിൻ ടോണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവാം. അപ്പോൾ മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നുന്ന രൂപത്തിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും എന്നൊരു തോന്നലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ വ്യക്തിത്വത്തിലും ഒക്കെ വിശ്വസിക്കുക. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കുമുള്ള ആ ഒരു എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഒരു അബൻഡൻ്റ് ആയിട്ടുള്ള എനർജിയാണിത്. അതായത് ധാരാളം പൈസ അത് നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ സ്ട്രഗിൾ ചെയ്തിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് എണീക്കാൻ പറ്റാതിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവിടെ നിന്നുമൊക്കെ നിങ്ങൾ പുറത്തേക്ക് വരുന്നൊരു എനർജിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി പോകാനുള്ളൊരു അവസരം ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ബാധ്യതകളും ഒക്കെ ഒരുപാട് ചിലപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഈ ഒരു സമയം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. ഇതും ഒരു എൻഡിങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം
ഈ സമയം വരുന്നു എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ ആ ഒരു തോളിലുള്ള ഭാരം അത് നിങ്ങൾക്കിവിടെ ഇറക്കി വയ്ക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ കുറേ കാലമായി കൊണ്ടു നടന്ന ഒരു കർമ്മഫലം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്ക് ഒരു അഡിക്ഷനിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ആ ഒരു അഡിക്ഷൻ അത് എൻഡ് ആകുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലൊക്കെ ചില വ്യക്തികളോടുള്ള അഡിക്ഷനോ അത്തരത്തിൽ നിങ്ങൾക്ക് ഏതൊരു തരത്തിലുള്ള അഡിക്ഷനാണ് ഉണ്ടായിരുന്നത്, ആ ഒരു അഡിക്ഷൻസ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആളുകൾ എനിക്കിതില്ലാതെയും ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത ഈ സമയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് ഒരിക്കലും എണീക്കാൻ പറ്റില്ല, ഞാൻ തളർന്നു പോയി എന്ന് വിചാരിച്ച ആ ഒരു ഇടത്ത് നിന്നും അവിടെ നിന്നും വളരെ ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്നൊരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്നും ഇതൊരിക്കലും വിട്ടുപോകില്ല എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും വിട്ടുപോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വീണെടുത്ത് നിന്നും വളരെ ശക്തമായിട്ട് നിങ്ങൾ എണീറ്റ് വരുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ജസ്റ്റിസ് ആണ്, അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്തതിനുള്ള ആ ഒരു കർമ്മഫലം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെയ്തത് സത്യമാണെന്നുണ്ടെങ്കിൽ അത് എന്നായാലും ആ ഒരു സത്യം തെളിയുമെന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മളുടേതായ ശരികളാണ്. അതുപോലെ സത്യമെന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, അതിനൊരിക്കലും ഒരു മാറ്റമില്ല. അപ്പോൾ നിങ്ങളിലെ ആ ഒരു സത്യം ഇവിടെ തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നിങ്ങളിൽ സത്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ ഭാഗത്ത് ഒരു നീതി നടപ്പാക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളാണ് വിജയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ജഡ്ജ്മെൻറ്റ് കാർഡൂടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഒരുപാട് കാത്തിരുന്ന കാര്യത്തിന് ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി വരുന്നു എന്നാണ്. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും തരുന്നൊരു വിധിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച പല കാര്യങ്ങൾക്കും ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നാണ്. ഇതിൽ നിങ്ങളുടെ കർമ്മഫലം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടും അനുഭവിക്കാൻ പറ്റുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം തീർച്ചയായിട്ടും മറ്റുള്ളവരോട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നൊരു കാര്യം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി എന്തോ ഒരു കാര്യം ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് പൈസയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പോൾ നിങ്ങൾ വളരെ അബൻഡൻ്റ് ആയിരിക്കാനൊരു സാധ്യതയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ നിന്നെങ്കിലും ഒരു സഹായം കിട്ടുന്നതാവാം. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളെ സഹായിക്കാൻ ആളുകൾ എത്തുന്നതുമാകാം. അത്തരത്തിലൊരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഏതെങ്കിലും വ്യക്തികളെ ജോലിക്ക് വേണ്ടി എടുക്കുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ ഇവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുകൾ വരുന്നൊരു എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യാനുള്ളൊരു മൂഡായിരിക്കും. കുറേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. അത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കുറേ എൻഗേജ്ഡ് ആയിരിക്കും നിങ്ങൾ, കുറേ കാര്യങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. അതുപോലെ ഈ സമയം നിങ്ങൾ വളരെ ബിസി ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. ഒരു പക്ഷേ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു ജോലി ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊപ്പം സന്തോഷത്തോടെ സമയം ചിലവഴിക്കുന്നതാവാം. അപ്പോൾ ഇതിൽ നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത് ജോലി ചെയ്യുകയും അതിൽ നിങ്ങൾ വളരെയധികം സന്തോഷം കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നൊരു എനർജിയാണ്. ഒരു പക്ഷേ നിങ്ങൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം പഠിച്ചു തുടങ്ങുകയോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതുമാകാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ത്രില്ലിലായിരിക്കും ഈ സമയം നിങ്ങളെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ഉണ്ടെന്നുള്ളതാണ്, ഒരുപാട് പണിയെടുക്കേണ്ടി വരാം. പക്ഷേ ഇത് നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവ് എനർജി ആയിരിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒരു 3 പേരുടെ ജോലി ചെയ്യാനുള്ള ആ ഒരു എനർജി അത് ഈ സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്.
കാരണം ചെയ്തു തീർക്കേണ്ടുന്ന കുറേയധികം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവാം. നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കുറേ കാര്യങ്ങൾ അത് ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. അതായത് നാളെ ആവട്ടെ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ഈ സമയം നിങ്ങളത് ചെയ്ത് പൂർത്തിയാക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. അത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലായാലും ഓഫീസിലായാലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് നിങ്ങൾ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങൾ ഈ സമയം നിങ്ങൾ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. പിന്നെ ഇവിടെ വേൾഡ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും ഒരു ഫുൾഫിൽമെൻറ്റും ഒക്കെ വരുന്നു എന്നുള്ളതാണ്. നെഗറ്റീവായിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒരു പൂർണ്ണത അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഇതിൽ നിങ്ങളുടെ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ട്രാൻസ്ഫർമേഷനാണ്, ഒരു തിരിച്ചറിവാണ്, ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുമെന്നുള്ളതാണ്. ഇതിൽ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒന്ന് ഒറ്റയ്ക്കിരിക്കാനും അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒക്കെയുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. അതുപോലെ തന്നെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇവിടെയും ഒരു ട്രാവൽ കാണുന്നുണ്ട്. പിന്നെ പരിവർത്തനമുണ്ട്. നിങ്ങളുടെ മുന്നിൽ സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടാണ് അത് കാണാഞ്ഞത് എന്നുള്ളൊരു ചിന്തയൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. അതായത് എനിക്ക് സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ ഇത്രയും എൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞത്, അങ്ങനെയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ നിങ്ങളുടെ ആ ഒരു ഫെമിനിയൻ എനർജി ഉണരുന്ന ഒരു സമയമാണ്, ക്രിയേറ്റീവ് എനർജി ഉണരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുകയും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ അതിവിടെ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം മാറി, അല്ലെങ്കിൽ നിങ്ങളിലെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ട്, ഒരു പൂർണ്ണത ഉണ്ടായി എന്നൊരു തോന്നലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. നിങ്ങളിവിടെ വളരെയധികം സന്തോഷത്തോടെയും സമാധാനത്തോടെയും നിങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നു എന്നാണ്. അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചിലപ്പോൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഒറ്റയ്ക്കല്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേയധികം ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്കില്ലുണ്ടാവാം, പക്ഷേ ഇതുവരെയും ആ ഒരു സ്കില്ല് പുറത്ത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഒരുപക്ഷെ സാഹചര്യം അതിനനുകൂലമാകാൻ വഴിയുണ്ടാവില്ല. പക്ഷേ ഈ ഒരു സമയം സാഹചര്യം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾക്ക് മറ്റു വ്യക്തികളുടെ അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾ ഉയർത്തിയെടുത്തൊരു കാര്യം അത് മറ്റുള്ളവർക്ക് വളരെയധികം അഭിമാനത്തോടു കൂടി നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയുമുണ്ട്. പിന്നെ ഇവിടെ എംപററാണ്. ഇതിലൊരു ഫെമിനിയൻ മസ്ക്ലൈൻ എനർജി അത് ബാലൻസ് ആകുന്ന ഒരു സമയമാണ്. കാരണം ഇവിടെ എംപററും വന്നിട്ടുണ്ട്, എംപ്രസും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക്. ഈ ഒരു എംപ്രസിൽ ഒരു ഫെമിനിയൻ എനർജി ആക്റ്റീവ് ആകുമ്പോൾ എംപറർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മസ്കുലൈൻ എനർജിയാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ നമുക്കിവിടെ ടെമ്പറൻസും ഉണ്ട്. തീർച്ചയായിട്ടും ഒരു ബാലൻസ് ആണ്. ജീവിതത്തിൽ നിങ്ങൾക്കൊരു ബാലൻസ് വരുന്നുണ്ട്. നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ജീവിതശൈലി അത് നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങുന്നുണ്ടായിരിക്കാം. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ അപ്പിയറൻസിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ചില ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജോലി അത് നിങ്ങൾ സ്വന്തമാക്കുന്ന ഒരു എനർജി ഉണ്ട്. മാത്രമല്ല ഇതിൽ നിങ്ങൾ ഇമോഷണൽ ആകാതെ നിങ്ങൾ കുറച്ച് ലോജിക്കലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതിലും നിങ്ങൾക്ക് പലതരം പ്രയോറിറ്റികൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. ഇതൊന്നും ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടാവില്ല.
അപ്പോൾ അങ്ങനെ പറ്റാത്തത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ നിരാശപ്പെടുന്നുണ്ടാവാം. അപ്പോൾ ഇതിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ മണി ഇഷ്യൂസ് ഉണ്ടാവാം. നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥ കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ 2 സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ വളരെ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആ ഒരു കൃത്യമായ പ്ലാനിങ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു സക്സസ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.